ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയൊരു ദശകം പഠിക്കാൻ ആരംഭിക്കാം. ശ്രീമന് നാരായണീയം ദശകം 26 ഗജേന്ദ്രമോക്ഷം. ഒരിക്കൽ അങ്ങയുടെ ഭക്തനായ പാണ്ഡ്യരാജാവായ ഇന്ദ്രദ്യുമ്നൻ ചന്ദനപർവ്വതത്തിൽ ഭഗവാന്റെ ഭക്തിയിൽ മുഴുകി ധ്യാനത്തിലമർന്നവനായി കഴിയുമ്പോൾ അതിഥി സൽക്കാരം തേടി അവിടെ വന്നെത്തിയ അഗസ്ത്യ മഹർഷിയെ അദ്ദേഹം കാണുക പോലും ഉണ്ടായില്ല. അതീവ കോപിതനായ അഗസ്ത്യൻ ഇന്ദ്രദ്യുമ്നനെ ആനയാകട്ടെ എന്ന് ശപിക്കുന്നു. എങ്കിലും അദ്ദേഹം ഭഗവത് ഭക്തി ഒട്ടും തന്നെ കൈവിട്ടില്ല. മോക്ഷവും കിട്ടി. അതേസമയം ദേവലമുനിയുടെ ശാപത്താൽ മുതലയായിത്തീർന്ന ഹൂഹു എന്ന ഗന്ധർവനും ശാപമോക്ഷം കിട്ടുന്നു. ഏത് യോനിയിൽ ജനിച്ചാലും വേണ്ടില്ല, ഭഗവത് ഭക്തി ജീവിതത്തിൽ ഉയർച്ചയേ ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നു കവി. ഈ കഥ 10 ശ്ലോകങ്ങളിലായി വിവരിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. നമുക്കത് ചൊല്ലാൻ പഠിക്കാം. ശ്ലോകം 1. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജ ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്ന് നോക്കാം. ഇന്ദ്രദ്യുമ്ന, അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. പാണ്ഡ്യഖണ്ഡാധിരാജ, അവിടെ വിസർഗമിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ത്വദ്ഭക്താത്മാ എന്ന് മതി. വിസർഗമില്ലാതെ ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ സ്ത്വത് എന്ന് വരും, സാന്നും കൂടിയും വരും. സ്ത്വദ്ഭക്താത്മാ. പാണ്ഡ്യ എന്നുള്ളതിൻ്റെ ണ്ഡ്യ എന്നുള്ളത് നാഡ് എന്നാണ്, ഒട്ടും ഊന്നണ്ട. അതേപോലെ ഖണ്ഡാധി എന്നുള്ളതിൻ്റെയും ണ്ട എന്നുള്ളത് നാഡ് എന്നാണ്. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഖണ്ഡാധി എന്നുള്ളതിൻ്റെ ധീന്നും നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്വത്, ത്വ എന്നാവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഭക്താത്മാ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കാത്ത, ഭക്ത, അതൊട്ടും ഊന്നണ്ട. ത എന്നുള്ളത് മാ എന്നുള്ളത് താ മാ ചേർത്ത് ചൊല്ലണം. മാ. ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ, ചന്ദന നാദ് എന്നാണ്, ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം. ഇവിടെ അതേപോലെ ത്വത് നാവാള ത്വ എന്നുള്ളതിൻ്റെ ചിഹ്നം ശ്രദ്ധിച്ചോളൂ. സേവായാം, താസാന്ന് ചേർത്ത് ചൊല്ലണം. ത്വത്സേവായാം മഗ്നധീർ ആലുലോകേ ചേർത്തിട്ട് മഗ്നധീരാലുലോകേ ഗ എന്നാന്ന് ചേർത്ത് എഴുതിയതാണ്. മഗ്നധീർ. ധീ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ന ഏവ അഗസ്ത്യം ചേർത്തിട്ട് നൈവാഗസ്ത്യം. അഗസ്ത്യം എന്നൊക്കെ ഉള്ളതിൻ്റെ താ എന്നാണ്. അഗസ്ത്യം ഒന്നും ഉറപ്പിക്കും, ഒന്നും വേണ്ട, സാധാരണ പോലെ ചൊല്ലിയാൽ മതി. പ്രാപ്ത, ഇവിടെ അതുപോലെ താന്ന് അടിയിൽ. പ്രാപ്ത, പ്രാപ്തം ആദിത്യകാമം. പ്രാപ്തം ആദിത്യകാമം. ഥ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രാപ്തമാദിത്യകാമം ചേർത്തിട്ട് അങ്ങനെ നിർത്താം. ഇന്ദ്രദ്യുമ്ന പാണ്ഡ്യഖണ്ഡാധിരാജസ്ത്വദ്ഭക്താത്മാ ചന്ദനാദ്രൗ കദാചിത് ത്വത്സേവായാം മഗ്നധീരാലുലോകേ നൈവാഗസ്ത്യം പ്രാപ്തമാദിത്യകാമം. അടുത്തത് 2ാമത്തെ ശ്ലോകം. കുംഭോദ്ഭൂതി സംഭൃതക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാഥൈനം പ്രത്യഗാത് സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതിവ്യക്തിധന്യം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. കുംഭോദ്ഭൂതി, അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. കുംഭോത്,
ഭോ എന്നുള്ളതും ഭൂതി എന്നുള്ളതിൻ്റെ ഭൂന്നും നന്നായിട്ട് ഊന്നി പറയണം. സംഭൃത ഭൃ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ക്രോധഭാര അവിടെ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ക്രോധ ഥ എന്നും ഭാര എന്നുള്ളതിൻ്റെ ഭാന്നും നന്നായിട്ട് ഊന്നി പറയണം. സ്തബ്ധാത്മാ ധ ബ എന്നുള്ളതിൻ്റെ അടിയിലുള്ള ധ നന്നായിട്ട് ഊന്നി പറയണം. സ്തബ്ധാത്മാ മാ താമാന്ന് ചേർത്ത് ചൊല്ലണം. ത്വം ഹസ്തിഭൂയം ഹസ്തി സ്തി എന്നുള്ളത് സാധാരണ താന്നാണ്, ഒട്ടും ഊന്നരുത്. ഹസ്തിഭൂയം ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നണം. ഭജ ഇതി ഭജേതി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശബ്ദ്വാഥൈനം ശബ്ദ്വാ അഥ ഏനം ചേർത്തിട്ട് ശബ്ദ്വാഥൈനം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രത്യകാത് സ അപി സോപി ലേഭേ ഭേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഹസ്തീന്ദ്രത്വം ത്വം നാവുള്ള ചിഹ്നം മുറുക്കം ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ. ത്വത്സ്മൃതി വ്യക്തിധന്യം ത്വത്സ്മൃതി സ്മൃതി സ് എന്നുള്ള താസാന്ന് ചേർത്ത് ചൊല്ലണം. ത്വത്സ്മൃതി വ്യക്തിധന്യം വേ എന്നല്ല വ്യ എന്നാണ്. വ്യക്തിധന്യം പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, വേനാവാതെ. വ്യക്തിധന്യം തീ എന്നുള്ളത് കാത്ത ഒട്ടും ഊന്നണ്ട. ധന്യം എന്നുള്ളതിൻ്റെ താന്ന് നന്നായിട്ട് ഊന്നി പറയണം. അങ്ങനെ നിർത്താം. കുംഭോദ്ഭൂതി സംഭൃത ക്രോധഭാര സ്തബ്ധാത്മാ ത്വം ഹസ്തിഭൂയം ഭജേതി ശബ്ദ്വാഥൈനം പ്രത്യകാത് സോപി ലേഭേ ഹസ്തീന്ദ്രത്വം ത്വത്സ്മൃതി വ്യക്തിധന്യം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.